അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജാണ്. കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് നിങ്ങൾ +2 പഠിച്ച വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റാണ് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് അപ്പോൾ കാരി ഫോസ്റ്റേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് ബേസിക്കലി നമുക്ക് പറയാം. ജസ്റ്റ് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇവിടെ എന്തുണ്ട്, പി ക്യു ആൻഡ് ആർ, പി ക്യു ആർ എക്സ് എന്നിട്ടുള്ള 4 റെസിസ്റ്റൻസസ് ഇത്തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ബാറ്ററി ഒരു സെല്ലുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗാൽവനോമീറ്റർ ഇവിടെ ഉണ്ട്. 2 കീസ് ഉള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ റെസിസ്റ്റൻസസ് പി ക്യു ആർ ആൻഡ് എക്സ് ആർ adjusted such that no current passes through the galvanometer when the key K1 and K2 are pressed. K1 K2 ഓപ്പൺ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിയും ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ എന്താണ് 0 ആകുന്ന തരത്തിലാണ് ഈ 4 റെസിസ്റ്റൻസസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനെ നമ്മൾ ബാലൻസിങ് സ്റ്റേറ്റ് ഓഫ് എ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ കണ്ടീഷൻ ഫോർ ബാലൻസിങ് ദ ബ്രിഡ്ജ് ഇസ് ദാറ്റ്, ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കണം. എങ്ങനെയാണ് 0 ആക്കേണ്ടത്, പി ക്യു ആർ എക്സ് എന്നുള്ള 4 റെസിസ്റ്റൻസിൻ്റെയും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത്തരത്തിൽ ഗാൽവനോമീറ്ററിനെ ബാലൻസിങ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കണ്ടീഷൻ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പി ബൈ ക്യു, അതായത് ഈ ഒരു പി റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ക്യൂ റെസിസ്റ്റൻസ്, അതായത് ഈ എ ബി ലെങ്തിലുള്ള റെസിസ്റ്റൻസ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് അക്രോസ് എ ബി ടു ദി റെസിസ്റ്റൻസ് അക്രോസ് ബി സി ഇസ് ഈക്വൽ ടു ദി റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് അക്രോസ് എ ഡി ആർ ടു ദി റെസിസ്റ്റൻസ് അക്രോസ് ബി സി എക്സ്. സോ പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ്. ഇതാണ് പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എക്സ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് ഇത്തരത്തിൽ ബി ഡിക്ക് അക്രോസ് ആയിട്ട് കറണ്ടൊന്നും ഫ്ലോ ചെയ്യില്ല. ഇവിടെ നമ്മൾ കാരി ഫോസ്റ്ററിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ ഒരു കാരി ഫോസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രെച്ച്ഡ് 1 മീറ്റർ വയർ ഒരു വുഡൻ ബോക്സിൽ കെപ്റ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഇതാണ് ഒരു 1 മീറ്റർ ലെങ്തിൽ, 1 മീറ്ററാണ് ഈ എൻഡിൽ നിന്നും ഈ എൻഡിലേക്കുള്ള ലെങ്ത്. ഇതൊരു വുഡൻ ബോർഡുമിൽ സ്ട്രെച്ച് ചെയ്തിട്ടാണ് കെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 എൻഡ്സും എന്താണ്, എൽ ഷേപ്ഡ് ആയിട്ടുള്ള 2 കോപ്പർ സ്ട്രിപ്പുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 2 കോപ്പർ സ്ട്രിപ്പ് കൂടാതെ 3 കോപ്പർ സ്ട്രിപ്സ് ഇങ്ങനെയും ഘടിപ്പിച്ചിട്ടുണ്ട്. സോ ടോട്ടലി എന്തുണ്ട്, 3 ഗ്യാപ്സ് ഉണ്ട്. 3 സ്ട്രിപ്സ് വെച്ചതുകൊണ്ട് തന്നെ ടോട്ടലി നമുക്ക് 4 ഗ്യാപ്പുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നുണ്ട്. ഇതാണ് G1, G2, G3, G4 ഇത്തരത്തിലുള്ള 4 ഗ്യാപ്പുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 4 ഗ്യാപ്പുകളിലും നമുക്ക് എന്തുണ്ട്, ഓരോ റെസിസ്റ്റൻസസ് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു എ ബിക്ക് അക്രോസ് ആയിട്ട് പാരലലി ഒരു 1 മീറ്റർ സ്കെയില് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെങ്ത് മെഷർ ചെയ്യാൻ, ഈ ഒരു വയറിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ 1 മീറ്റർ സ്കെയില് ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു കാരി ഫോസ്റ്റർ ബ്രിഡ്ജിൻ്റെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ലെറ്റ് പി ആൻഡ് ക്യൂ ബി 2 ഈക്വൽ റെസിസ്റ്റൻസസ് കണക്റ്റഡ് ഇൻ ഗ്യാപ്സ് G3 ആൻഡ് G4. പിയും ക്യൂ ആണ് ഈ 2 ഗ്യാപ്പുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റൻസസ്. ഒരു അൺനോൺ, ഈ വാല്യൂസ് നമുക്കറിയാവുന്ന സം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ ഘടിപ്പിക്കുക. അപ്പം ആർ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആണ്. അത് G2 എന്ന ഗ്യാപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ് ഈ ഫസ്റ്റ് ഗ്യാപ്പിൽ G1 എന്നുള്ള ഗ്യാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററി എന്താണ്, എക്ക് അക്രോസ് ആയിട്ട് ഒരു ബാറ്ററിയും ഒരു കീയും അത് സിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് മനസ്സിലായ ഒരാൾക്ക് ഈ ഒരു സർക്യൂട്ടും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിൽ എ ബി അക്രോസ് ആയിട്ട് പി ഉണ്ട്, കണ്ടോ, എ ബി അക്രോസ് ആയിട്ട് പി, ബി സി അക്രോസ് ആയിട്ട് ക്യൂ എന്നൊരു ചാർജ് ഉണ്ട്.
എ ടു ഡി എന്ന് പറയുന്നത് എത്ര എക്രോസ് ആയിട്ട് ഒരുപാട് റെസിസ്റ്റൻസസ് ഉണ്ട്, അതാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എ ടു ഡി എന്ന പോർഷനിൽ കണ്ടോ, എ ടു ഡി എന്ന പോർഷനിൽ നമ്മൾ എന്തൊക്കെയുണ്ട്, ഒരു അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഉണ്ട്, പിന്നെ ഈ ഒരു എൻഡിലൊരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവില്ല, ഈ ഒരു ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ്, അതാണ് ആൽഫ എന്ന് പറയുന്നത്. അതുകൂടാതെ L1 എന്നുള്ള ഡിസ്റ്റൻസിൽ എന്തുണ്ട്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് റോ ആണെങ്കിൽ, ഈ ഒരു L1 ഡിസ്റ്റൻസിലെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് റോ ആണെങ്കിൽ L1 എന്ന പോർഷനിലെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, ഇറ്റ് ഇസ് L1 ഇൻറ്റു റോ, അതാണ് AD എന്ന പോർഷൻ. ഇനി DC എന്ന പോർഷനിൽ എന്തൊക്കെയുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബോക്സ് R, കൂടാതെ എന്തൊക്കെയുണ്ട്, ഒരു ബീറ്റ എന്ന് പറയുന്നത് ഈ ഒരു എൻഡ് റെസിസ്റ്റൻസ്, അതുകൂടാതെ 100 മൈനസ്, നമുക്കറിയാം 1 മീറ്റർ സ്കെയിലാണിതല്ലേ, ഇതിൽ നിന്ന് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 100 മൈനസ് L1 എന്നൊരു ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് റോ ആണെങ്കിൽ ഈ ഒരു പോർഷൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത്. അപ്പം ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ്. ഈ ഒരു ഡയഗ്രത്തിന് നമ്മൾ സ്കീമാറ്റിക് ഒരു ബീറ്റ ബ്രിഡ്ജിൻ്റെ ഫോമിലാക്കി എഴുതിയിരിക്കുന്നത്. പിന്നെ BD എക്രോസ് കണ്ടോ, BD എക്രോസ് ആയിട്ട്, ഡി എന്ന് പറയുന്നത് ഒരു പോയിൻ്റാണ്, ഒരു ബാലൻസിങ് പോയിൻ്റാണ്. ആ ഒരു പോയിന്റിലേക്ക് എക്രോസ് ആയിട്ട് ഒരു കീയും ഒരു ഗാൽവനോമീറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ സീറോ ആക്കുന്നത്. ഒരു മീറ്റർ ബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ക്യാരി ഫോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ നമുക്ക് ജിയിലെ ഡിഫ്ലക്ഷൻ നമുക്ക് സീറോ ആക്കി മാറ്റണം. അപ്പം അത് BD എക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ. പിന്നെ കൂടാതെ AC എക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് സപ്ലൈയും ഒരു കീയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ എളുപ്പത്തിലേക്കാക്കി ഇങ്ങനെ മാറ്റി വരച്ചിട്ടുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഗാൽവനോമീറ്റർ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജോക്കി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പോയിന്റിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ സീറോ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. ആ സീറോ ഡിഫ്ലക്ഷൻ പോയിന്റ് എന്തായിരിക്കും, ആ ഒരു പോയിന്റിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, റേഷ്യോ ഓഫ് ദി റെസിസ്റ്റൻസസ് അക്രോസ് AB ടു ദി BC ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ് അക്രോസ് AD ടു DC. സോ ആ പോയിന്റിൽ എന്തായിരിക്കും, നമുക്ക് റേഷ്യോ അക്രോസ് റെസിസ്റ്റൻസസ് AB ആൻഡ് BC എന്താണ്, P/Q ആണല്ലേ, P/Q. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ കണ്ടു കഴിഞ്ഞു, അതൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്യുക. അപ്പോൾ P/Q ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് അക്രോസ് AD ratio of resistance across AD to the resistance across CD. So resistance across AD എന്താണ്, it is X plus alpha എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ end resistance plus L1 into rho by DCക്ക് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇറ്റ് ഇസ് R plus beta plus 100 മൈനസ് L1 ഇൻറ്റു റോ. ഇതാണ് നമ്മുടെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ക്യാരി ഫോസ്റ്റേഴ്സിലേക്ക് അപ്ലൈ ചെയ്തത്. ബിക്കോസ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ സീറോ ആയി, അറ്റ് എ പോയിന്റിൽ ജോക്കി നമ്മൾ മൂവ് ചെയ്യിച്ചപ്പോൾ അത് സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചു. അതിൻ്റെ മീനിങ് അവിടെ കറണ്ട് സീറോ ആയി. അപ്പം നമുക്ക് എന്ത് പറയാം, ആ ഒരു പോയിന്റിൽ നമ്മുടെ അപ്പാരറ്റസ്, നമ്മുടെ ക്യാരി ഫോസ്റ്റർ ബ്രിഡ്ജ് വീറ്റ് സ്റ്റോൺ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നു, ബാലൻസ് ആയി എന്നാണ്. ആ ഒരു കണ്ടീഷൻ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തതാണ് ഇത്. നമുക്ക് പിയും ക്യൂവും ഈക്വൽ ആണ് അല്ലേ, നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ചൂസ് ചെയ്തത് ഒരു ക്യാരി ഫോസ്റ്റർ ബ്രിഡ്ജിൽ എപ്പോഴും ചൂസ് ചെയ്യുന്നത് പിയും ക്യൂവും ഈക്വൽ റെസിസ്റ്റൻസസ് ആണ്. അപ്പോൾ P ഇസ് ഈക്വൽ ടു ക്യൂ. അപ്പോൾ നമുക്ക് എന്താക്കി എഴുതാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 എന്നായി മാറും അല്ലേ. P/Q ഇസ് ഈക്വൽ ഇഫ് P ഇസ് ഈക്വൽ ടു ക്യൂ. ഇഫ് എന്നല്ല, നമ്മൾ പിയും ക്യൂവും ഈക്വൽ ആയിട്ടാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പിയും ക്യൂ ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കി മാറ്റാം, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സും ആറും, ഈ ഒരു എക്സിനെയും ആറിനെയും നമ്മൾ ഇൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ അതാ ചെയ്യാൻ പോകുന്നത്. ഈ എക്സിനെ നമ്മൾ ഇവിടെയും കണക്ട് ചെയ്യും, കാരണം ഇതെന്താണ്, ഇതൊരു അൺനോൺ റെസിസ്റ്റൻസ്, ഒരു വയറായിരിക്കും. ഈ ആർ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആയിരിക്കും. ഇതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ആ ഒരു കേസിൽ നമ്മൾ ജോക്കി വെച്ചിട്ട് നമുക്ക് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കിട്ടുന്ന പോയിന്റിലെ ബാലൻസിങ് ലെങ്ത് എത്രയാണ്, L2 എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു അപ്പം L2 ആണ് ലെങ്ത് when the galvanometer shows zero deflection എങ്കിൽ നമ്മൾക്ക് ഇക്വേഷൻ എന്താക്കി എഴുതാം. ഇക്വേഷൻ ഇതേ രീതിയിൽ എക്സിന് പകരം എന്ത് കൊടുക്കുക, എക്സിന് പകരം ആറെന്നും എക്സിന് പകരം ആറെന്നും ആറിന് പകരം എക്സ് എന്നും കൊടുക്കുക. പിന്നെ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നു, L1 പകരം L2 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എൻഡിൽ ആറായിരിക്കും ഇവിടെ റെസിസ്റ്റൻസോ. നമ്മൾ ഇക്വേഷൻ എന്താക്കി എഴുതാം,
പിയും ക്യൂ ഈക്വൽ തന്നെയാണല്ലോ, സെയിം സിറ്റുവേഷൻ, ബട്ട് വി ആർ ഇൻ്റർചേഞ്ചിങ് എക്സ് ആൻഡ് ആർ. സോ ഇവിടെ എക്സിന് പകരം ആർ എന്ന് കൊടുത്തു. ആർ പ്ലസ് ആൽഫക്ക് മാറ്റമില്ല, ആൽഫ പ്ലസ് പുതിയ ബാലൻസിങ് ലെങ്ത് എന്താണ്, L2 ആണ്. അപ്പം L1 റോയിന് പകരം L2 റോ ഇസ് ഈക്വൽ ടു, ഇപ്പുറത്ത് എന്തായിട്ട് കിട്ടും, ആറിന് പകരം എക്സ് ആണ്, എക്സ് പ്ലസ് ബീറ്റ പ്ലസ് പുതിയ ബാലൻസിങ് ലെങ്ത് L2 ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് 100 മൈനസ് L2 ഇൻറ്റു റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് റോ. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് എടുക്കുന്നു. ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അപ്പം ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, നമുക്ക് എഴുതാം. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് പ്ലസ് ആൽഫ പ്ലസ് L1 ആൽഫ മൈനസ് ആർ മൈനസ് ആൽഫ മൈനസ് L2 ആൽഫ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആർ പ്ലസ് ബീറ്റ പ്ലസ് 100 മൈനസ് L1 ഇൻറ്റു റോ മൈനസ് എക്സ് മൈനസ് ബീറ്റ മൈനസ് റോ ഇൻറ്റു 100 മൈനസ് L2. ഇതിലെ സെയിം ടേംസിനൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോകും. അപ്പം ആൽഫയും ക്യാൻസലായി. ഇവിടെ എന്താണ്, ഇവിടെ ബീറ്റയും കണ്ടോ, പ്ലസ് ബീറ്റ മൈനസ് ബീറ്റ ക്യാൻസലായി. പിന്നെ നമ്മൾ ഈക്വൽ ടേംസിനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് മാറ്റി എഴുതാം. സോ നമുക്ക് എന്തായിട്ട് എഴുതാം, ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ് പ്ലസ് L1 ആൽഫ മൈനസ് ആർ മൈനസ് L2 alpha is equal L2 sigma is equal to L2 rho is equal to R plus 100 minus L1 into rho minus X minus rho into 100 minus L2. ഇതിൽ സെയിം ടേംസിന് എക്സ് രണ്ട് ടേംസിന് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ് ഉണ്ട്, അതുപോലെ ആറിനൊക്കെ റീ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ എക്സിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ സോ 2x, ഈ എക്സും അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് ആവും. സോ 2x പ്ലസ് L1 ആൽഫ ടേംസിനെ ഇപ്പുറത്തേക്ക് എടുക്കാം. L1 ഇൻറ്റു ആൽഫ മൈനസ് L2 ഇൻറ്റു റോ ഇസ് ഈക്വൽ ടു ആറിന്, ഈ മൈനസ് ആറിന് ഇപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ 2R പ്ലസ് 100 മൈനസ് L1 ഇൻറ്റു റോ മൈനസ് റോ ഇൻറ്റു 100 മൈനസ് L2. ഓക്കെ, ഇതിൽ റോ ഉള്ള ടേംസിനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മൾ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, എനിക്ക് പറ്റിയതാണ്. അപ്പോൾ ഇവിടെ L1 ഇൻറ്റു ആൽഫ അല്ല, L1 ഇൻറ്റു റോ ആണ്. കണ്ടോ, ഇവിടെ എക്സ് പ്ലസ് ആൽഫ പ്ലസ് L1 ഇൻറ്റു റോ ആണ്. അപ്പം ഇവിടെ നമ്മൾ സെയിം ആക്കി എഴുതിയിട്ടുണ്ട്, നമ്മൾ എഴുതിയതിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി, പിന്നെയും ഇവിടെ L1 ആൽഫ അല്ല, L1 ഇൻറ്റു റോ ആണ്. സോ നമ്മുടെ എക്സ്പ്രഷനിൽ എന്താണ്, ഇവിടെ എക്സ് പ്ലസ് L1 ഇൻറ്റു റോ ആണ്. അപ്പം നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി, 2x പ്ലസ് L1 മൈനസ് L2 ഇൻറ്റു റോ ഇസ് ഈക്വൽ ടു 2R പ്ലസ്, ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു, 100 റോ മൈനസ് റോ ഇൻറ്റു L1 മൈനസ് 100 റോ പ്ലസ് റോ ഇൻറ്റു L2. അപ്പം ഈ 100 റോവും ക്യാൻസലായി പോകുന്നു. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി, L1 മൈനസ് L2 ഇൻറ്റു റോ ഇസ് ഈക്വൽ ടു 2R പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1. ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ടേമിന് നമുക്ക് അപ്പുറത്തേക്ക് എടുക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ 2x ഇസ് ഈക്വൽ ടു 2R പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1 മൈനസ് L1 മൈനസ് L2 ഇൻറ്റു റോ ആക്കി മാറ്റി. സോ ഇറ്റ് ഈസ് 2R പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1. ഈ മൈനസ് അതിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലസ് L2 മൈനസ് L1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് രണ്ടും സെയിം ടേംസ് ആണ്. അതിപ്പോൾ 2x ഇസ് ഈക്വൽ ടു 2R പ്ലസ് 2 ഇൻറ്റു റോ ഇൻറ്റു L2 മൈനസ് L1. ഇതിലെല്ലാത്തിനും 2 ക്യാൻസൽ ചെയ്താൽ we will get capital X is equal to capital R plus rho into L2 minus L1. നമ്മൾ മറന്നു പോകരുത് ഏതൊക്കെയാണ് ഈ ടേംസ് ഡിപ്പിക്റ്റ് ചെയ്യുന്നതെന്ന്, ആ കാര്യം മറന്നു പോകരുത്. സോ എക്സ് എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ് ആണ്, ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ്, റോ ഇസ് ദി റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ,
L2 is the balancing length, രണ്ട് ബാലൻസിങ് ലെങ്ത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് എക്സും ആറും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ബാലൻസിങ് ലെങ്ത്താണ് L1ഉം L2 എന്ന് പറയുന്നത്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ഇതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ഒരു അൺനോൺ റെസിസ്റ്റൻസിന് പകരം ഈ ഒരു അപ്പാരറ്റസിൽ ക്യാപിറ്റൽ എക്സിന് പകരം ഒരു കോപ്പർ സ്ട്രിപ്പാണ് ഇവിടെ ഘടിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് എക്സിന് പകരം നമ്മളൊരു കോപ്പർ സ്ട്രിപ്പ് ഇവിടെ ഘടിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ക്യാപിറ്റൽ ആർ അവിടെ തന്നെ ഉണ്ട്. സോ നമ്മുടെ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? ഒരു കോപ്പർ സ്ട്രിപ്പിൻ്റെ റെസിസ്റ്റൻസ് വി വിൽ ടേക്ക് ഇറ്റ് ആസ് 0. അപ്പം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബാലൻസിങ് ലെങ്ത്ത് കിട്ടും അല്ലേ. അവ L3ഉം L4ഉം ആണെന്ന് വിചാരിക്കുക. നമ്മുടെ കോപ്പർ സ്ട്രിപ്പാണ്. ഒരു കോപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് G1ൽ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ലെങ്ത്താണ് L3. സെക്കൻഡ് ടൈം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഗ്യാപ്പ് G2ൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസിങ് ലെങ്ത്താണ് L4 എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? അൺനോൺ റെസിസ്റ്റൻസിന് പകരമാണ് നമ്മൾ കോപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. അവിടെ അൺനോൺ റെസിസ്റ്റൻസ്, ഒരു കോപ്പർ സ്ട്രിപ്പിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുക. സോ എക്സ് 0 ആകും. റെസിസ്റ്റൻസ് ബോക്സിൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് റോ ഇൻറ്റു എന്താണ് നമ്മുടെ ബാലൻസിങ് ലെങ്ത്തുകൾ L4ഉം L3 ആണ്. സോ L4 മൈനസ് L3 എന്ന് കിട്ടും. നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറി. ഇതിൽ നിന്നും നമുക്ക് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാം? റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് R/L3 മൈനസ് L4. അപ്പോൾ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസിന് പകരം നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോപ്പർ സ്ട്രിപ്പ് എടുത്ത് അവിടെ ഘടിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു കോപ്പർ സ്ട്രിപ്പ് ഈ എക്സ് എന്ന ഗ്യാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പർ സ്ട്രിപ്പിൻ്റെ റെസിസ്റ്റൻസ് ഓൾവേസ് വി വിൽ ടേക്ക് ഇറ്റ് ആസ് 0 എന്ന് എടുക്കും. അപ്പം ഇത്തരത്തിൽ ഡിറൈവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ശേഷം എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ കോപ്പർ സ്ട്രിപ്പിൻ്റെ റെസിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ ബാലൻസിങ് ലെങ്ത്ത് നമുക്കിതേപോലെ L3ഉം L4 ആയിട്ടും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്ന് ഇടുന്നു, ഈ ഒരു ഗ്യാപ്പിൽ ഇടുന്നു. ശേഷം ഈ എടുത്ത് ഈ ഗ്യാപ്പിലും ഈ കോപ്പർ സ്ട്രിപ്പ് എടുത്ത് ഈ ഗ്യാപ്പിലും ഇടുന്നു. ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ബാലൻസിങ് ലെങ്ത്തുകൾ കിട്ടും. അതാണ് L3ഉം L4ഉം. ഇതൊക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദിസ് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് നമുക്ക് ലഭിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ് യൂസിങ് എ കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്.